ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് ഒരുപാട് ദിവസത്തെ വിശേഷങ്ങളെല്ലാം കൂടി ഒന്നിച്ചാക്കിയിട്ടുള്ള ഒരു വ്ളോഗാണ്. ഒരു 3-4 ദിവസത്തെ വിശേഷങ്ങളെല്ലാം ഉണ്ടാവും, കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ട് ഒരു വീഡിയോ ആണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ മുഴുവനായി കാണാം. പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റഷീദ് നാട്ടിലേക്ക് വന്നതെന്നുള്ളത്. ഇതിപ്പോൾ ഹംദൻ്റെ സർജറി എല്ലാം കഴിഞ്ഞ് അന്ന് പിന്നെ ചെയ്യാൻ പോയ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അത് കഴിഞ്ഞിപ്പം 3-4 ദിവസമായി. പിന്നെ ഞാൻ കുറച്ച് മുമ്പ് ഒരു ഹൗസ് വാമിങ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ലേ, ഒരു 1-2 മാസം മുമ്പ് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഡേറ്റ് ചെറുതായിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ട് ഇപ്പം അതായിട്ടാ. പിന്നെ ശരിക്കും പറയുകയാണെങ്കിൽ ഹംദന ഇന്നാണ് കാണിക്കേണ്ട ദിവസം, 3-ാമത്തെ ദിവസം കാണിക്കാനാണ് പറഞ്ഞിട്ടില്ല. അപ്പം എന്തായാലും തലശ്ശേരിയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഡ്രസ്സ് എടുക്കലും പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നോക്കാമെന്ന് വിചാരിച്ച്. ഇതിപ്പം മാഹിയിലാണെന്നുള്ളത്. ഇനി ഇവിടുന്ന് ഒരു 5 മണിയാവും ഡോക്ടർ വരാൻ. ആ ഒരു ടൈമിലേക്ക് തിരിച്ചു പോയി ഡ്രസ്സൊക്കെ എടുത്തിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ഹംദൻ്റെ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഹൗസ് വാമിങ്ങിനും എവിടെയും പുറത്തൊന്നും ഇറങ്ങാൻ പറ്റില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഡോക്ടർ പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, യാത്ര ചെയ്യുന്നതിന് കുഴപ്പമില്ല, ശ്രദ്ധിച്ചാൽ മതി, ഇങ്ങനെ ഓടിച്ചാടി കളിക്കാതെ ഇരുന്നാൽ മതി എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇങ്ങനെയുള്ള ഷോപ്പിലേക്കെല്ലാം വന്നാലേ ശരിക്കും നമുക്ക് വീടെടുക്കാനുള്ള ഒരു ചിന്തയില്ലേ, അതിങ്ങനെ വരും കേട്ടാ. ഒരു വീടെടുത്തിനെങ്കിൽ ഇത് വെക്കേനു, ഇത് വാങ്ങിയേനു എന്നുള്ള ഒരു ഇതുണ്ടാവില്ലേ, അങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം നോക്കുമ്പോഴേക്ക് നല്ല ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. വിശന്ന് പണ്ടാരടങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല ടയേർഡായിന്, ഒരുപാട് നടന്നിട്ടും അങ്ങനെല്ലാം ആയിട്ട്. അങ്ങനെ നേരെ ഫുഡ് കഴിക്കാൻ പോയി. ഒരു റെസ്റ്റോറൻറ്റും തപ്പി നടന്ന് അങ്ങനെ ഫുഡ് കഴിച്ച് ഇനിയിപ്പം നേരെ നമ്മൾ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നുള്ളത്. ഞാൻ പറഞ്ഞിട്ടില്ലേ 5 മണിയാവും ഡോക്ടർ വരാൻ. അപ്പോൾ ആ ഒരു ടൈമിലേക്ക് നമ്മൾ പോവാം, അല്ലെങ്കിൽ ഡ്രസ്സെല്ലാം എടുത്തിട്ട് പിന്നെ ഡോക്ടറെ കാണിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോൾ അതിന് ടൈമില്ലാത്തതുകൊണ്ട് നേരെ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. പിന്നെ ഇവളെ കാണിക്കുമ്പില്ലേ നമുക്ക് വലിയ ടെൻഷനൊന്നും ഉണ്ടായിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു നല്ല ഡോക്ടറേനു കേട്ടോ. നമുക്ക് എപ്പം കോണ്ടാക്ട് ചെയ്യാനും മെസ്സേജ് അയച്ചാൽ പെട്ടെന്ന് റിപ്ലൈ തരാനും എല്ലാത്തിനും എന്താവശ്യം ഉണ്ടെങ്കിലും കോണ്ടാക്ട് ചെയ്യാനെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ കാണിച്ചു, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞങ്ങൾ നേരെ ഡ്രസ്സ് എടുക്കാൻ പോയി. അവിടെ പോയ ഉടനെ തന്നെ ഞാനിതാ ഈ ഒരു ഡ്രസ്സ് കയ്യിലിങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വൈറ്റിനോടില്ലേ നല്ല താല്പര്യമാണ്, പക്ഷെ എടുക്കൂല കേട്ടാ. പെട്ടെന്ന് എന്തെങ്കിലും ആയിപ്പോവോ, കളറെല്ലാം പറ്റി പോവെന്നെല്ലാം വിചാരിച്ചിട്ട് എടുക്കൂല. ഇതിപ്പോൾ ഓഫ് വൈറ്റ് ആണ്. ഇത് കണ്ട ഉടനെ തന്നെ കയ്യിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇപ്പോൾ 3-4 ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതും കയ്യിൽ വെച്ച് ബാക്കിയുള്ള ഡ്രസ്സെല്ലാം വാരി വലിച്ചിട്ട്, നമുക്കുള്ള ഒരു സ്വഭാവമാണല്ലോ, ഇഷ്ടപ്പെട്ടത് കയ്യിൽ വെച്ചിട്ട് ഇതിലും നല്ലതുണ്ടോയെന്ന് നമ്മളിങ്ങനെ തിരഞ്ഞെടുക്കും. അങ്ങനെ ഫൈനലി അതന്നെ സെലക്ട് ആക്കിനി. പിന്നെ ഇത് നല്ലപോലെ ഇഷ്ടമായിനി കേട്ടോ. പക്ഷെ ഇതിൻ്റെ 2 പീസ് ഉണ്ടെങ്കിൽ ഞാൻ എടുക്കുമായിരുന്നു. ഞാനും കസിനും ഒരേപോലെ ആക്കണമെന്ന് പണ്ടേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതുപോലെ തന്നെ ഫസ്റ്റ് കാണിച്ചാൽ ആ ഡ്രസ്സ് തന്നെ സെലക്ട് ചെയ്ത്. പിന്നെ തൊട്ടടുത്തൊരു ഫാൻസി ഷോപ്പിൽ പോയിട്ട് വള നോക്കുന്നുണ്ട്. വള, മാല, കമ്മല്, മാലയല്ല കമ്മല്, അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം. വള ഇട്ട് നോക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, നല്ലൊരു മോഡലാണ്. പക്ഷെ ഇട്ട് നോക്കുമ്പോൾ നല്ല ലൂസ്. പണ്ടേ ഇല്ലേ ഞാൻ കയ്യിൽ വള ഇടൂല. ഓർമ്മ വെച്ച കാലം മുതലേ ഞങ്ങൾക്ക് വള ഇടുന്ന വലിയ ഇഷ്ടമല്ല. അതുകൊണ്ട് ഇപ്പല്ലേ ഈ കല്യാണത്തിനെല്ലാം വളയും എല്ലാം ട്രെൻഡിങ് ആയിട്ട് വന്നിട്ടുള്ളത്. അന്നേരം ഇപ്പോൾ വള ഇടുമ്പോൾ എനിക്ക് വള അങ്ങോട്ട് കയറൂല കേട്ടോ. കയറി കഴിഞ്ഞാലും വലിയ വള എടുത്തിട്ട് കയറി കഴിഞ്ഞാൽ ലൂസായിട്ട് നിൽക്കും. അപ്പോൾ ഒരു വൃത്തികേട് പോലെയാണ്. അപ്പോൾ എൻ്റെ സൈസിനുള്ള സാധനം കിട്ടിയില്ല. അങ്ങനെ എല്ലാം ഒരു ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങാന്നുള്ള രീതിയിൽ ഞാനൊന്നും അവിടുന്ന് എടുത്തിട്ടില്ല. അങ്ങനെ അവിടുന്ന് ഇറങ്ങി പിന്നെ ഞങ്ങൾ നേരെ ഒരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ പോയി. നമ്മൾ ആദ്യം എങ്ങനെയാണ് പ്ലാൻ ചെയ്തതെന്ന് വെച്ചാൽ എല്ലാവരും മെറ്റീരിയൽ വാങ്ങിയിട്ട് സ്റ്റിച്ച് ചെയ്യാമെന്നേനും പറഞ്ഞിട്ടുള്ളത്. നമ്മൾ കുറച്ച് കസിൻസ് ഉണ്ട്, 5-6 കസിൻസ് അങ്ങനെ ചേർന്നിട്ട് നോക്കുമ്പോൾ നമ്മൾ ലേറ്റ് ആയിപ്പോയി. ഹംദൻ്റെ ഇതെല്ലാം ആയതുകൊണ്ട് ഡ്രസ്സ് എടുക്കാനെല്ലാം ലേറ്റ് ആയിപ്പോയി. ഹൗസ് വാമിങ്ങിന് ഇനി 2-3 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ആ ഒരു ടൈമിൽ ഇനി നമ്മൾ മെറ്റീരിയൽ വാങ്ങി സ്റ്റിച്ച് ചെയ്ത് കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ല. അതും ക്രിസ്മസിൻ്റെയും അതിൻ്റെയെല്ലാം തിരക്കായിട്ട് അങ്ങനെ ആ ഒരു ടൈമിൽ അങ്ങനെ ഞങ്ങൾ പിന്നെ റെഡിമെയ്ഡ് തന്നെ രണ്ടുപേരും ഒരേപോലെ വാങ്ങിയിട്ടുണ്ട്.
പിന്നെ ഇപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ഓർമ്മ വന്നത്, നമ്മൾ ഡ്രസ്സ് എടുത്തിട്ട് അവിടെ തന്നെ വെക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ള. കുറച്ച് ഷേപ്പ് ചെയ്യാനുണ്ടായിരുന്നു എല്ലാവരുടെ ഡ്രസ്സും. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് വരുന്ന ടൈമിൽ ചെയ്തു വെക്കാമെന്ന് പറഞ്ഞിട്ട് ഫുഡെല്ലാം കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ പോയി ഡ്രസ്സെല്ലാം വാങ്ങാനായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇത് പിന്നെ പിറ്റേ ദിവസവും ഞങ്ങൾ കണ്ണൂരേക്ക് വന്നതാ. ഇതെൻ്റെ സിസ്റ്ററിൻ്റെ മോളാണ് കേട്ടോ. പിന്നെ ഇവിടുന്ന് ഞങ്ങൾക്ക് 1-2 സാധനം വാങ്ങാനുണ്ട്. പിന്നെ ഞങ്ങൾക്കൊരു ടി വിയും നോക്കാനുണ്ടേനു. ഇത് ആരെ ഹൗസ് വാമിംഗ് ആണെന്ന് ചോദിച്ചാൽ ഉപ്പാൻ്റെ പെങ്ങളെ മോളെ, അപ്പോൾ കസിന് ഉപ്പാൻ്റെ മരുമോളെ വീട്ടിൽ കൂടുതലാണ്. അങ്ങനെ ഒരുപാട് നേരം നിന്നിട്ട് ഞങ്ങൾ ഫൈനലി ഒരു ടി വിയും സെലക്ട് ചെയ്തിട്ട് അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നേരെ ഫുഡ് കഴിക്കാനാണ് പോയിട്ടുള്ളത്. നല്ല ലേറ്റ് ആയിട്ടുണ്ടേനു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അവിടുന്ന് ഇറങ്ങി. ഇത് പിന്നെ പിറ്റേ ദിവസമാണ് കേട്ടോ. ഋഷി പോകാനിനി 1-2 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ആ ഒരു ടൈമിൽ ഹംദൻ്റെ ആവശ്യത്തിന് ഒരു 10 ദിവസത്തെ ലീവിന് വേണ്ടി വന്നില്ല. അപ്പോൾ കറക്റ്റ് ആ 10 ദിവസം ആകുമ്പോഴേക്കന്നെ തിരിച്ച് പോകാന്ന് ആ ഒരു ടെൻഷനും ഉണ്ട്. പിന്നെ കഴിഞ്ഞ തവണ ഋഷി വന്നേരാന്ന് ഹെയർ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്തവണ ഏതായാലും കട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് അറ്റം മാത്രം കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. പക്ഷെ ഇവിടെ എത്തി നോക്കുമ്പോൾ എല്ലാം മാറി പറഞ്ഞ് എനിക്ക് സ്റ്റെപ്പ് കട്ട് അടിക്കാനൊരു ആഗ്രഹം. അങ്ങനെ അടിച്ചിട്ട് കാണാൻ നോക്കുമ്പം കുഴപ്പമില്ല, ഓക്കെയാണ്. പക്ഷെ കുറച്ച് ഹെയർ ഷോർട്ടായ പോലെ ഉണ്ട്. പിന്നെ വിചാരിച്ചു ഇപ്പോൾ അങ്ങനെ ഇരിക്കട്ടെ, മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമാണല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ അങ്ങനെ ഹെയറും കട്ട് ചെയ്ത്. ഇത് പിന്നെ പിറ്റേ ദിവസം വീണ്ടും ഞങ്ങൾ ഒന്ന് കണ്ണൂരേക്ക് പോയതാണ്. ഹംദക്ക് ഡ്രസ്സ് എടുത്തിട്ടില്ല, അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നിട്ടാണ് ഉള്ളത്. അങ്ങനെ കുറച്ച് ഡ്രസ്സെല്ലാം ഇങ്ങനെ നോക്കി ഫൈനലി പാർട്ടി വെയർ ആയിട്ട് തന്നെ എടുക്കാമെന്നുള്ള രീതിയിൽ അവൾക്ക് അങ്ങനെ എടുക്കൽ വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അതൊന്ന് സെലക്ട് ചെയ്ത് പിന്നെ അവൾക്ക് വേണ്ടുന്ന വള, അങ്ങനെയുള്ള മോതിരം, ചെറിയ ചെറിയ ഐറ്റംസ് ഉണ്ടാവില്ലേ, അതും ഇവിടുന്ന് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ സ്റ്റുഡിയോയിലേക്ക് പോയി. അവിടുന്ന് അന്ന് മിസ്സായിപ്പോയ എൻ്റെ ഒരു ചെറിയ ബ്ലഷ് ഉണ്ട്, ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് നല്ല ആഗ്രഹിച്ചിട്ട് എടുത്തിട്ട് പോയതാ, പിന്നെ അത് മിസ്സായിപ്പോയി. അപ്പോൾ ഇവിടെ വന്നേരം അതൊന്നും എടുക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഹംദക്ക് 1-2 ഡ്രസ്സും നോക്കിയിട്ടുണ്ടായിരുന്നു ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാനും അങ്ങനെയെല്ലാം ആയിട്ട്. പിന്നെ ഞങ്ങൾ നേരെ ബീച്ചിലേക്ക് വന്നിട്ടുണ്ട്. ഹംദക്ക് ബീച്ചിലേക്ക് വരണമെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പാപ്പാനെ കണ്ടാൽ പിന്നെ ബീച്ചിൽ പോവാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ ഒരു ടൈമിൽ അവൾക്ക് ബീച്ചിൽ ഇറങ്ങുന്നത് അത്ര സേഫ് അല്ല. അങ്ങനെ ബീച്ചിൽ ഇറങ്ങിയിട്ടില്ല. ഇങ്ങനെ അവിടെ നിന്നിട്ട് കുറച്ച് സമയം കാറ്റെല്ലാം കൊണ്ട് തിരിച്ചു പോകാമെന്ന് വിചാരിച്ച്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇറങ്ങരുതെന്ന് ഡോക്ടർ പറഞ്ഞുകൊണ്ട് അടങ്ങി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഹൗസ് വാമിങ്ങിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ഓൾറെഡി 2 വീഡിയോ പെൻഡിങ്ങിലുണ്ട്. പിന്നെ അതും കൂടി ആയിട്ട് പിന്നെ ഒന്നിനും ടൈമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല. അതങ്ങനെ കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഋഷി തിരിച്ചു പോവുകയും ചെയ്ത്. 10 ദിവസം പെട്ടെന്ന് പോയ പോലെ ഉണ്ടായിരുന്നു കേട്ടോ. ഒന്നാമത് ഹോസ്പിറ്റലും എല്ലാം ആയിട്ട് ആ ഒരു തിരക്കിലെല്ലാം ആയിപ്പോയിട്ട് അങ്ങനെ. ഈ ഒരു വ്ളോഗ് പിന്നെ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ഇടുക. പുതിയ വ്യൂവേഴ്സാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാ നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. താങ്ക് യു, ബൈ.